Good morning once again. നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞ സിമെട്രിയിലെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തുടരാം. സുഖല്ലേ? ബുദ്ധിമുട്ടാണോ അങ്ങനെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്? തൽക്കാലം വേറെ നിർവാഹമില്ല, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ തന്നെ തുടരും. നിങ്ങൾക്ക് സംശയങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക, അപ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇങ്ങനെയുള്ള പരിമിതികളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി. എനിവേ, നമ്മൾ ഇന്നലെ പറഞ്ഞ പ്രധാന ആശയങ്ങൾ ഇതായിരുന്നു. എന്താണ് സിമ്മട്രി? വാട്ട് ആർ ദ ഡിഫറെന്റ് സിമ്മട്രി എലമെന്റ്സ് ആൻഡ് ദ ജോമെട്രിക്കൽ എൻറ്റിറ്റീസ് അബൌട്ട് വിച്ച് ദ ഓപ്പറേഷൻ ഇസ് ക്യാരിഡ് ഔട്ട്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആ സിമ്മട്രി എലമെന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആദ്യത്തേതായിരുന്നു ഐഡന്റിറ്റി എലമെന്റ് ഇ. രണ്ടാമത്തേതായിരുന്നു ലൈൻ ഓഫ് സിമ്മട്രി അല്ലെങ്കിൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് CN. മൂന്നാമത്തേതായിരുന്നു പ്ലെയിൻ ഓഫ് സിമ്മട്രി. നാലാമത്തെ ആൾട്ടർനേറ്റിംഗ് ആക്സിസ് ഓഫ് സിമ്മട്രി. അഞ്ചാമത്തേതായിരുന്നു ഇൻവേർഷൻ സിമ്മട്രി അല്ലെങ്കിൽ സെന്റർ ഓഫ് സിമ്മട്രി. ഇങ്ങനെയുള്ള 5 സിമ്മട്രി എലമെന്റ്സ് എന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ ആകെ 2 പറഞ്ഞുള്ളൂ. ഈ മൂന്നാമത്തെ സിമ്മട്രി എലമെന്റ്സിലേക്ക് നമ്മൾ പോവുകയാണ്, അതായത് പ്ലെയിൻ ഓഫ് സിമ്മട്രി. ഞാൻ സ്ലൈഡ് എടുക്കാം. ഈ പ്ലെയിൻ ഓഫ് സിമ്മട്രി ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ മോളിക്യൂളിനെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ഒരു ഗിവൺ പ്ലെയിനിൽ നമ്മൾ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ മിറർ ഇമേജ് എങ്ങനെ ഇരിക്കുമോ അതും ഒറിജിനലോട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും കൂടി സൂപ്പർ ഇമ്പോസിബിൾ ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പ്ലെയിൻ ഓഫ് സിമ്മട്രി ഡിസൈഡ് ഉണ്ടോ ഇല്ലേ എന്ന് ഡിസൈഡ് ചെയ്യണേ. സൂപ്പർ ഇമ്പോസിബിലിറ്റി ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അടുത്തടുത്ത് വെക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ള രീതി, രണ്ടും ഒരുപോലെ ഇരിക്കുന്നോ, ഒരു ഐഡന്റിക്കൽ ഇമേജ് അല്ലെങ്കിൽ ഇക്വലന്റ് ഓറിയന്റേഷൻ ഒക്കെ ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് നമ്മൾ. എനിവേ, ഡീറ്റെയിൽസിൽ നമുക്ക് പോവാം. എന്താണ് പ്ലെയിൻ ഓഫ് സിമ്മട്രി? ഡെഫിനേഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് എ പ്ലെയിൻ വിച്ച് ബൈസെക്ട്സ് ദ മോളിക്യൂൾ ഇൻടു 2 halves which are mirror images of each other. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡെഫിനേഷൻ വരുന്ന 2 ഡെഫിനേഷൻ ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ഒരു പ്ലെയിനിൽ, ഗിവൺ പ്ലെയിനിൽ മോളിക്യൂളിനെ 2 ഹാഫായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടുമെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? മിറർ പ്ലെയിൻ എന്ന് വിളിക്കും. സിഗ്മ നമുക്ക് കാണിക്കാം. There are 3 types of mirror planes in a molecule: vertical plane of symmetry or vertical plane sigma b, horizontal plane of symmetry or horizontal mirror plane sigma h, dihedral plane of symmetry or dihedral mirror plane sigma d. അതിൽ ആദ്യത്തെ vertical plane of symmetry sigma b. A symmetry plane contains the principal axis of rotation of the molecule is called vertical plane of symmetry sigma b. എന്താ പ്രിൻസിപ്പൽ സിമ്മട്രി, എന്താ പറയാ, പ്രിൻസിപ്പൽ സിമ്മട്രി ആക്സിസ് എന്താ നിങ്ങൾക്കറിയാം? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. എന്താ, ഒരു മോളിക്യൂളിന് ഒന്നിലധികം സിമ്മട്രി ആക്സിസ് ഉണ്ടാകുമ്പോൾ, പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഉണ്ടാകുമ്പോൾ അതിലേറ്റവും ഓർഡർ കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ, n-ന്റെ വാല്യൂ, അതായത് 360 റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഐഡന്റിക്കൽ ഇമേജ് ഫോം ചെയ്യുന്നതാണ് ഈ പ്രിൻസിപ്പൽ റൊട്ടേഷൻ ആക്സിസ്. ഓക്കെ, അപ്പോൾ ആ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ അതിന് പാരലായിട്ട് പോകുന്ന ഒരു പ്ലെയിനാണ് മോളിക്യൂളിനെ 2 ഹാഫായിട്ട് കട്ട് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള ഒരു പ്ലെയിനെ വിളിക്കുന്ന പേരാണ് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി. അത് നോക്കൂ, വാട്ടർ മോളിക്യൂളാണ് ഇതിലെ ബെസ്റ്റ് എക്സാമ്പിൾ. ഇതിൽ 2 പ്ലെയിൻ മോളിക്യൂളിനെ ഇങ്ങനെ വെർട്ടിക്കലാക്കി നിർത്തിയേക്കാണ്. അതിന് 2 ഹാഫായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. 2 പ്ലെയിനുകൾ, ഒരു പ്ലെയിൻ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നു, ഒരു പ്ലെയിൻ ഗ്രേ കളറിൽ കാണിച്ചിരിക്കുന്നു. നമുക്ക് കാണുന്നുണ്ട്. ഇതിലെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ C2 ആണ്. അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. മൗസ് പോയിന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഇതെങ്ങനെയാണ് ഈ ഗ്രേ കളറിൽ കാണിച്ചിട്ടുള്ള പ്ലെയിൻ എങ്ങനെയാണ് സിമ്മട്രി പ്ലെയിൻ ആവുന്നത്? നോക്കൂ, ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെന്ററിലെ ഓക്സിജൻ ആറ്റത്തിന്റെ പകുതിയും ഒരു ഹൈഡ്രജൻ ആറ്റം ഈ ബോണ്ടും കൂടി ഒരു സൈഡിൽ വരും. അതേപോലെ തന്നെ ഒരു ഹാഫ് ഇപ്പുറത്തെ സൈഡിലുണ്ടാവും. 2 ഐഡന്റിക്കൽ ഹാഫ്സ്. അപ്പൊ അതൊരു എന്താ പറയുക, വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി ആണ്. എന്തുകൊണ്ട് പ്ലെയിൻ ഓഫ് സിമ്മട്രി ആണ്? എന്തുകൊണ്ട് വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമ്മട്രി ആവുന്നു?
പ്രിൻസിപ്പൽ ആക്സസിൽ കൂടെ കടന്നു പോകുന്നതിൻ്റെ പേര്. ഇനി ആ റോസ് കളർ പെയിൻ ഇമാജിൻ ചെയ്ത് നോക്കി. ഇവിടെ 3 ആറ്റങ്ങൾ, 2 ഹൈഡ്രജൻ ആറ്റവും ഓക്സിജൻ ആറ്റവും കൂടിയുള്ള പ്ലെയിനിൽ കൂടെയാണ് ആ വരുന്നത്. എന്ന് പറഞ്ഞാൽ 2 ഹാഫിലും 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും 1 ഓക്സിജൻ ആറ്റത്തിൻ്റെയും ഈ ബോണ്ടിൻ്റെയും പകുതികൾ 2 ഹാഫിലും ഉണ്ടാവും, 2 ഐഡന്റിക്കലായിരിക്കും. അപ്പോൾ ഇതിനെ, അതായത് വാട്ടർ മോളിക്യൂളിൽ 2 വെർട്ടിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി അല്ലെങ്കിൽ 2 സിഗ്മ ബി ഉണ്ട്. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡേറ്റ കൂടുതൽ കൺസ്യൂം ചെയ്യും. അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടുന്നത് കാരണം നിങ്ങൾക്ക് നിർത്തി കാണാവുന്നതിൻ്റെ പേരിൽ, പോസ് ചെയ്ത് കാണാവുന്നതിൻ്റെ പേരിൽ ഞാൻ സ്പീഡ് കൂട്ടി പറഞ്ഞാൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇടയ്ക്ക് ആവശ്യമനുസരിച്ച് നോട്ട്സ് എഴുതാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പോസ് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, വളരെ സൗകര്യമാണ്. ഇനി അടുത്ത് ഹോറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി, സിഗ്മ എച്ച്. എ സിമെട്രി പ്ലെയിൻ perpendicular to the principal axis of rotation of the molecule is called a horizontal plane of symmetry, sigma h. Clear idea? A symmetry plane perpendicular to the principal axis of rotation of the molecule is called a horizontal plane of symmetry. അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് എല്ലാ പ്ലെയിനുകളെയും നമ്മൾ വിളിക്കില്ല, പക്ഷെ 2 ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടണം. മോളിക്യൂൾസിനെ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ 2 ഐഡന്റിക്കൽ ഹാഫ്സ് കിട്ടണം. ഒപ്പം എന്ത് വേണം? ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം, പെർപെൻഡിക്കുലർ പ്ലെയിനിലായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? സിഗ്മ എച്ച്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി. എക്സാമ്പിൾ നോക്കിക്കോളൂ. BF3 മോളിക്യൂൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എത്ര റൊട്ടേഷൻ ആക്സിസ് ഉണ്ടായിരുന്നു? ഇതാണ് പ്രിൻസിപ്പൽ റൊട്ടേഷൻ ആക്സിസ്. മൗസ് പോയിന്റ് നോക്കി മനസ്സിലാവും, C3. ബാക്കി ഈ ഒരു ആക്സിസ് അത് C2 ആക്സിസ് ആണ്. ഈ ഒരു ആക്സിസ് അതും C2 ആക്സിസ് ആണ്. ഇനി ഈ ആക്സിസ് മൗസ് പോയിന്റ് പോകുന്ന നോക്കി, ഇതും C2 ആക്സിസ് ആണ്. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. അതിന്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്ന ഈ ഗ്രേ കളർ മാർക്ക് ചെയ്തിട്ടുള്ള പ്ലെയിൻ ഈ 4 ആറ്റങ്ങളെയും എക്സാക്ട് പകുതിയായിട്ട് കട്ട് ചെയ്യും. ഓരോ ഈ 4 ആറ്റങ്ങളുടെ പകുതി മുകളിലെ പാർട്ടിലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലെ പാർട്ടിലും പകുതി താഴത്തെ പാർട്ടിലും ഉണ്ടെങ്കിൽ 2 ഐഡന്റിക്കൽ ഹാഫ്സ് ആയി. അപ്പോൾ നമുക്ക് അതിനെന്ത് വിളിക്കാം? ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓഫ് സിമെട്രി, സിഗ്മ എച്ച്. മനസ്സിലായി? മറ്റ് എക്സാമ്പിളുകളും ഉണ്ട്, നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത് ഡൈഹീഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി. ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കണം, കുറച്ച് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. ഡൈഹീഡ്രൽ പ്ലെയിൻ ഓഫ് സിമെട്രി, സിഗ്മ ഡി. A symmetry plane contains the principal axis of rotation of the molecule and at the same time bisects the angle between 2 similar C2 axes adjacent to the principal axis in the molecule is called a dihedral plane of symmetry or dihedral mirror plane, sigma d. Sometimes it's simply called diagonal plane. Okay, you consider a model. See, this one is the principal axis. I shall mark this principal axis by this my mouse point. Okay, according to the condition, dihedral plane should pass through the principal axis of rotation. Okay, and at the same time it should bisect the angle between the 2 similar C2 axes adjacent to the principal axis. This one is a plane, this one is another plane, this one is another plane. See, this is the principal axis. A perpendicular C2 axis is shown in this way. Here also a C2 axis perpendicular to C3. Here also another C2 axis perpendicular to this principal axis C3. In this case, see, you consider this plane, the plane that I mark using this mouse point. See, this way, this is the plane. You consider this plane, this will pass through the principal plane. Actually it's parallel to this principal axis, C3 axis, and perpendicular to adjacent C2 axis. This is the one C2 axis and the other C2 axis here, and this plane passes in between these 2 adjacent C2 plane which are perpendicular to this C3 axis or the principal plane of symmetry. There must be some confusions regarding this topic, dihedral plane or diagonal plane. Anyway, in due course that will be clear. Hope that will be more clear in the due course. See,
This is another molecule having all the different planes. Horizontal plane of symmetry, vertical plane of symmetry, and diagonal plane of symmetry. This is the molecule ICl4. ICl4. See, the molecule lies in, you consider this molecule lies in the XY plane. So the perpendicular plane or the perpendicular axis will be Z axis. See, the molecule, if considered to be existing in the XY plane, an axis passing through this perpendicular to that plane, that will be Z axis. That will be fourfold symmetry. That means C4 axis. Why it is so? Whenever you rotate this molecule, this principal axis, through this principal axis, there will be 4 identical images. Am I right? See, whenever you rotate this molecule by 90 degree, see, this chlorine will reach here, and this chlorine will reach here, and this chlorine will be shifted to this position, and similar rotation all over there. Okay, so after rotating 90 degree, you can have a similar identical orientation, and for each 90 degree rotation you can have identical operations. Okay, got the idea? So this Z axis is the principal axis, C4 axis, C4. Okay, then you can see several C2 axes. This one is a C2 axis, this is a C2 axis, this is a C2 axis, and this is also a C2 axis. This will be a C2 axis. How many C2 axes are there? 1, 2, 3, 4. Others cannot be considered as C2 axis because when you extend this axis to opposite side, see, for example, you consider this axis. This axis, if you consider it as a C2 axis, you extend from here to here. This part also a part of this C2 axis. Okay. Anyway, you need some three-dimensional imagination. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ പ്രിൻസിപ്പൽ ആക്സിസ് C2 അഡ്ജസൻ്റ് ആയിട്ടുള്ള പെർപെൻഡിക്കുലർ ആയിട്ട് C2 ആക്സിസ് കണ്ടു. അതിനിടയിൽ കൂടെ പോകുന്ന ആ ആക്സിസുകൾ പ്രിൻസിപ്പൽ ആക്സിസിൽ കടന്നു പോകണം. ഓക്കെ, ഒപ്പം അഡ്ജസൻ്റ് ആയിട്ടുള്ള 2 C2 ആക്സിസുകളുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകണം. അപ്പോൾ ഇതൊരു ഈ പറയുന്ന C2 ആക്സിസ് നമ്മൾ പറയുന്ന ആ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് ഒരു സിഗ്മ ഡി പ്ലെയിൻ ആയിരിക്കും. അതുപോലെ ഇതൊരു സിഗ്മ ഡി പ്ലെയിൻ ആയിരിക്കും. ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഞാൻ ഈ എക്സാമ്പിൾസ് കണ്ടാൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവുന്ന അറിയില്ല. എനിവേ പല ആംഗിൾ വ്യൂവിൽ നിങ്ങൾ വ്യൂ ചെയ്യുമ്പോഴാണ് കാണുന്നത്. ഇതിൽ നോക്കി, ഈ മോളിക്യൂളിൽ നേരത്തെ പറഞ്ഞ അതേ മോളിക്യൂളിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഈ സ്ക്വയർ ഷേപ്പിൽ കാണിച്ചിട്ടുള്ളതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ കാണിച്ചിട്ടുള്ളതാണ് ഏത്? മൗസ് പോയിന്റ് നോക്കി, ഇതൊക്കെ C2 ആക്സിസുകളാണ്. ഇത് C2 ആക്സിസ്, ഇതൊരു C2 ആക്സിസ്, ഇത് വേറെ C2 ആക്സിസ്. 2 C2 ആക്സിസിന് ഇടയിൽ കൂടെ കടന്നു പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന, മനസ്സിലായില്ല? പ്രിൻസിപ്പൽ ആക്സിസിൽ കൂടെ കടന്നു പോകണം. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 C2 ആക്സിസിന് ഇടയിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈഹീഡ്രൽ പ്ലെയിൻ. ഇതൊരു ഡൈഹീഡ്രൽ പ്ലെയിനാണ്. വേറെ ഡൈഹീഡ്രൽ പ്ലെയിനുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഒരെണ്ണം മാർക്ക് ചെയ്തതിന്റെ പേരിൽ ഞാൻ ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഇതിലും ഡൈഹീഡ്രൽ പ്ലെയിൻ കാണിച്ചിട്ട് ഈ പിക്ചർ അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യണം. ഇനി സെന്റർ ഓഫ് സിമെട്രി, അവസാനത്തെ എലമെന്റ് ആണ് സെന്റർ ഓഫ് സിമെട്രി. അല്ല, അവസാനത്തെ അല്ലല്ലോ, 4ാമത്തെ. Center of symmetry is the point from which lines when drawn on either side will meet at identical positions in a molecule. Center of symmetry is the point from which lines are drawn on either side will meet at identical positions in a molecule.
എന്താ ഐഡിയ കിട്ടിയേ? ഒരു സ്ക്വയറിന്റെ സെന്ററിൽ കൂടെ പോകാവുന്ന ഒരു ലൈൻ, അല്ലെങ്കിൽ സെന്ററിൽ നിന്ന് സ്ക്വയറിന്റെ സെന്ററിൽ നിന്ന് നമ്മൾ രണ്ട് വശത്തേക്കും സ്ട്രൈറ്റ് ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം, അപ്പോൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും. അപ്പോൾ ഒരു കോർണറിലേക്കാണ് നമ്മൾ വരയ്ക്കണമെങ്കിൽ മറ്റേ സൈഡ് മറ്റേ കോർണറിൽ മീറ്റ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ എഡ്ജ് സെന്ററിലാണെങ്കിൽ ഒരു സൈഡ് എഡ്ജ് സെന്ററിൽ മീറ്റ് ചെയ്യുമ്പോൾ മറ്റേ എഡ്ജ് സെന്ററിൽ ഏത് പോയിന്റിനായിരിക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനിൽ മീറ്റ് ചെയ്യും. ഇതുപോലുള്ള പല മോളിക്യൂൾസും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അടുത്തൊരു എക്സ്പ്രഷൻ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ പോയിന്റ് വിച്ച് റെസ്പെക്ട് ടു വിച്ച് എ മോളിക്യൂൾ ഇസ് ഇൻവെർട്ടഡ് വിൽ ഗീവ് എ കോൺഫിഗറേഷൻ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ദ ഒറിജിനൽ ഓർ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ദ ഒറിജിനൽ. നമ്മളിപ്പോൾ പ്ലെയിനോസിമെട്രിക്ക് നമ്മൾ രണ്ട് ഡെഫിനേഷൻ കണ്ട പോലെ സെൻട്രോസിമെട്രിക്ക് രണ്ട് ഡെഫിനേഷൻ ഉണ്ട്. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് എന്താ? ഇറ്റ്സ് എ പോയിന്റ് അറ്റ് ദ സെന്റർ ഫ്രോം വിച്ച് ലൈൻസ് വെൻ ഡ്രോൺ ഓൺ ഐദർ സൈഡ് will meet at equivalent positions or identical position in the molecule. Similarly, or otherwise we can define this center of symmetry in this way. See, if the molecule when rotated with respect to some point, we can have another identical image, then we can say that point is a center of symmetry. Once again, it is a point with respect to which a molecule is inverted will give a configuration indistinguishable from the original or superimposable on the original. See an example, SF6 like molecule is shown in this figure. See this center point. You see the mouse point. This is center point, center of this atom. This is center point. With respect to that point, if you rotate this molecule, see, if you rotate this molecule, sixth atom, if it is SF6 atom, this fluorine atom will come to this position, this fluorine atom will come to this position, this will come to this position, this will come to this position, and the second fluorine atom will come to the fourth position. See the inversion process. In that case, we can have an identical orientation. See, these two images are superimposable, or we cannot distinguish which is which after rotation, after inversion. Have you got the idea? Similarly, the first explanation I can explain it once again. See, you consider this point. You draw a line from this center point along this fifth fluorine atom, and you extend the line in the opposite side towards this third atom. See, these two lines, which is a line, which is an axis, will meet at boron atom and another boron atom on this side. Got the idea? On either side, you will meet at identical position. Hence, we can say this is a center point or center of symmetry or point of inversion. Okay. Then next one, improper axis of rotation, SN. If rotation of the molecule through a certain angle followed by reflection in a plane perpendicular to the axis yields an equivalent configuration, the axis is called improper axis of rotation or rotation reflection axis. It is denoted by SN. See, what are the criteria? It is known as rotation reflection axis. Why it is so? First, you have to rotate the molecule through a certain degree. Thereafter, you should take reflection in a plane perpendicular to the axis of rotation. So, after rotation, you have to reflect that molecule. Hence, it is known as rotation reflection axis, improper axis of rotation. Yesterday I have told you some other terms also. You may be remembering. Okay. Good idea. I shall explain once again. ഒരു മോളിക്യൂളിനെ നിങ്ങളത് ഒരു ഡെഫിനറ്റ് ആംഗിൾ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യും. 20, 30, 60 എത്രയൊന്നും വിഷയമല്ല. ഒരു ഗിവൺ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ സെഡ് ആക്സിസ് ആണ് നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്യെങ്കിൽ ഈ സെഡ് ആക്സിസിലാണ് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ നമ്മൾ റിഫ്ലക്ഷൻ എടുക്കും. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒബ്ജക്റ്റും ഈ റിഫ്ലക്ഷൻ എടുത്തുള്ള ഒബ്ജക്റ്റും മിറർ ഇമേജും ഒരുപോലെ വന്നാൽ സൂപ്പർ ഇമ്പോസിബിൾ ആയാൽ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ്, ആ ആക്സിനെ വിളിക്കുന്ന പേരാണ്
improper axis of rotation. For example, നോക്കി ഇവിടെ CH4 മോളിക്യൂളാണ് ഇവിടെ എക്സാമ്പിൾ. മെത്തേൻ മോളിക്യൂളിൻ്റെ ഓറിയന്റേഷൻ ഇങ്ങനെയാണ് ഇനീഷ്യലി. സി ഈ ഒരു ആക്സിസിലാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. 90 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്നു ഈ ഒരു ആക്സിസിൽ. അപ്പോൾ അതിൻ്റെ 90 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രംഗം നോക്കി, ഈ ഹൈഡ്രജൻ ഈ പൊസിഷനിലേക്ക് വരും, ഈ ഹൈഡ്രജൻ ഈ പൊസിഷനിലേക്ക് വരും, നേരെ അപ്പുറത്തേക്ക്. ഇത് രണ്ടും നമുക്ക് പ്ലെയിനിൽ വരും, ബോർഡിൻ്റെ പ്ലെയിനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൻ്റെ പ്ലെയിനിൽ ഇത് രണ്ടും വരും. ഇത് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും, ഒന്ന് ഫ്രണ്ടിലേക്കും ഒന്ന് ബാക്കിലേക്കും നിൽക്കും. നോക്കിയാൽ അങ്ങനെയല്ലേ നോക്കി. എന്നിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ പ്ലെയിൻ ഇവിടെ ഗ്രേ കളറിൽ മാർക്ക് ചെയ്തൊരു പ്ലെയിനാണ് അത്. ഈ ഗ്രേ കളറിൽ മാർക്ക് ചെയ്ത പ്ലെയിനിൽ നമ്മൾ റിഫ്ലക്ഷൻ എടുക്കും, അല്ലെങ്കിൽ മോളിക്കൂൾ രണ്ട് കട്ട് ചെയ്യും. അപ്പോൾ ആ റിഫ്ലക്ഷൻ എടുക്കുമ്പോൾ ഈ താഴത്തേക്കുള്ള പാർട്ട് മുകളിലേക്ക് വരും, മുകളിലേക്കുള്ള പാർട്ട് താഴേക്ക് വരും. ഓക്കെ, അതിൻ്റെ ആ റിഫ്ലക്ഷൻ എടുത്തതിന് ശേഷമുള്ളത് താഴേക്ക് നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പ് അതേപോലെ തന്നെ മുകളിലേക്ക് പോയി. ഈ താഴെ ബോർഡിൻ്റെ പ്ലെയിനിൽ നിൽക്കുന്ന രണ്ട് ഗ്രൂപ്പ് ബോർഡിൻ്റെ പ്ലെയിനിൽ തന്നെ താഴേക്ക് പോയി. യു കമ്പയർ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് കോൺഫിഗറേഷൻ. These are indistinguishable or identical. So it is an improper axis of rotation. Okay, then what about value of n? See, it is S4 axis, S4 rotation reflection axis. Why it is so? The degree by which you rotate before reflecting the molecule so as to have this symmetry element is taken as its order. So you took only 90 degree for getting this configuration. So how many equivalent orientations will be there during rotation through 360 degree? See, after 90 you can have this configuration. Then after 180 degree, 190 degree additional, you can have this configuration. Then what about 270? In that case also you can have such a configuration. And what about 360? What I mean is this: during rotation of this molecule by 360 degree, you can have 4 such axes. Hence it is known as S4 axis. Good idea. You can have numerous examples. As a homework, I shall give you several examples. See, another version, another explanation is there. See, this is the molecule. See, this is the angle by which you rotate this molecule by 90 degree. That is C4 axis, C4 rotation. You rotate. So the resultant configuration that you get is in this way. A comes to this position. This position means not this position, only 90 degrees there. This A and B, both these atoms lie in the plane of the board or the screen, and if you rotate this molecule by 90 degree, A comes forward and B comes outward, and it will be perpendicular to that plane, whereas these two groups will be in the plane of the board or plane of the screen. See, this is it. And see, you take reflection along the shaded plane, see, and then you can have the same configuration. Here the atoms are named as labeled as A, B, C, D. Here A, B, C, D atoms are different. Whatever it is, atoms are identical. Since atoms are identical, we cannot distinguish this molecule from this initial molecule. They are indistinguishable or identical. They have identical orientation. Hence we can say it is an which improper rotation axis? S4 improper axis of rotation. S4. Why it is so? You rotate by only by 90 degree. During rotation through 360 degree, you can have 4 such situations. Hence S4. Rotation through Cn axis followed by reflection in a perpendicular plane is known as Sn axis. Okay, that's all for today. Let me close this presentation and thank you once again.